ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ചില മക്ബറയിൽ ചില തോന്നിയാസികൾ പോയിട്ട് എന്തെല്ലാം പണിയെടുക്കുന്നത്? ചിലർ തവാഫ് ചെയ്യുക. അങ്ങനെ ഇസ്ലാമിൽ പാടുണ്ടോ? പാടില്ല. വേറെ ചില ആളുകൾ എന്താ ചെയ്യുന്നത്? മക്ബറയിൽ പോയിട്ട് ശയന പ്രദക്ഷിണം, കിടന്നുരുളുക. ആരാ ഇത് പറഞ്ഞത് ഇങ്ങനെ ചെയ്യാൻ? മക്ബറയിൽ എന്ത് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇമാമിങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മക്ബറയിൽ ചെന്നാൽ മക്ബറയിലുള്ള മഹാന്മാരെ വിളിച്ച് സലാം പറയണം. വിളിക്കരുത് എന്ന് മുജാഹിദ് ജമാഅത്തുകാർ പറഞ്ഞത് അത് ഇസ്ലാമല്ല. അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. ഇവിടെ കിടക്കുന്ന മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളുമായ ഖബറാളികളെ അസ്സലാമു അലൈക്കും വിളിച്ചിട്ട് സലാം പറയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഖബറിലുള്ളവരെ വിളിക്കരുത് എന്നുള്ളത് അത് ഇവരുണ്ടാക്കിയ മതാണ്, ഇസ്ലാമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് വിളിച്ചിട്ട് സലാം പറയണം. പിന്നെ സലാം ചൊല്ലിയതിനു ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? ദുആക്ക് ഉത്തരം കിട്ടാനുള്ള വഴിയാണ് ഫാത്തിഹ ഓതൽ, സൂറത്തുൽ ഫാത്തിഹ ഓതുക. മാത്രമല്ല ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മക്ബറയിൽ എത്രത്തോളം നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ കഴിഞ്ഞോ അത്രയും പുണ്യമാണ്. അത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇമാം നവവി റളിയല്ലാഹു അൻഹു ശർഹുൽ മുദബ്ബിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം മഖ്ബറയിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങാനും ദുആക്ക് ഉത്തരം കിട്ടാനുള്ള കാരണമാണ് ഖുർആൻ ഓത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിൽ വെച്ച് ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. ബാബു മൗഇലത്തിൽ മുഹദ്ദിസീൻ ദൽ ഖബരി വഖൂരി അസ്ഹാബിഹി ഹൗലഹു. ബുഖാരിയിൽ ഒരു അധ്യായമാണ് ഖബറിന്റെ അടുക്കൽ വഅദ് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഖ്ബറയുടെ സമീപത്ത് വഅദ് പറയാം. അതുപോലെ തന്നെ അവിടെ വെച്ച് നമുക്ക് വേണ്ടിയും ഖബറാലിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാക്കും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. നിങ്ങൾക്കും അല്ലാഹു ഗുണം സുഖം തരട്ടെ, ഞങ്ങൾക്കും അല്ലാഹു സുഖം തരട്ടെ. അങ്ങനെ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ട് നല്ല കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുക വളരെ നല്ലതാണ്. അതിന്റെ പേരിൽ മറ്റു നല്ല കാര്യങ്ങൾ ചെയ്യുക. നേരെ മറിച്ച് മഖബറകളിൽ പോയിട്ട് ശയനം നടത്തുക. ഒരു ശയനം നടത്തുന്ന പോലെ കാണിച്ചു കൊടുത്താൽ കിടന്നുരുല്ല. മഖബറയിൽ ചെയ്യുന്ന മുസ്ലിമോ നമുക്കറിയില്ല. അതൊന്നും നമ്മൾ ഉത്തരവാദിയല്ല, നമ്മളുടെ അതിൻ്റെ ആളുകളുമല്ല. നമ്മൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതുവരെ? നമ്മൾ പണ്ഡിതന്മാരാരോ ചെയ്തിട്ടുണ്ടോ? ഉള്ളാളെന്തെങ്കിലും മഖബറയിൽ പോയി സിയാറത്ത് ചെയ്ത് വരാറുണ്ട്. കാന്തപുര ഉസ്താദ് പോകാറുണ്ട്. നമ്മളൊക്കെ പറഞ്ഞു നമ്മളാരെങ്കിലും അടക്കം ഉരുണ്ടെങ്കിൽ കേട്ടിരുന്നു ഇതുവരെ? ഇങ്ങനത്തെ ഒക്കെ സുന്നികളെ തലയിൽ വെച്ച് കേട്ടു എന്ന് വെച്ചെടുത്താ മോനെ. ശയന പ്രദക്ഷിണം അതാണ് നിങ്ങളാ കാണുന്നത്. ഉറച്ച സുന്നിയായിക്കൊണ്ട് സുജൂദ് ചെയ്താലും തവാഫ് ചെയ്താലും അതേപോലെ പ്രാർത്ഥിച്ചാലും പൂവുമായി പോയാലും ഉത്സവച്ചായയുടെ കബറിനെ കണ്ടാലും ശയനപ്രദക്ഷിണം നടത്തിയാലും അതൊന്നും ഒരു കുറ്റമില്ല. അതൊക്കെ യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തേ ആകൂ. ഇസുദ്ദീൻ സഖാഫി അൽ കാമിലിയുടെ ലേഖനം വായിച്ച് ആളുകളാണ്ട് ഉറക്കാണ്. എന്തിനും പച്ചക്കള്ളം പറയാണ്. ഇസുദ്ദീൻ സഖാഫിന്റെ ലേഖനത്തിലുണ്ട് അങ്ങനെ മുജാഹിദിന്റെ പച്ചക്കള്ളം. എന്നിട്ടോ അത് നടക്കുന്നത് എവിടെയാ? വടക്കേ ഇന്ത്യയിൽ അജ്മീറിലാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സ്ഥലത്താണ്. അജ്മീറിൽ എങ്ങനെ മലയാളത്തിലെ ബുക്ക് വായിച്ചിട്ട് ഒറ്റ പണിയെടുക്കുക? മൗലൈമാർ പറയുമ്പോൾ കുറച്ച് ആലോചിക്കണ്ടേ? കൂട്ടത്തിൽ ഒരൊറ്റ ആക്കും ബുദ്ധിയില്ലാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സുന്നിയൊക്കെ ബുദ്ധിയില്ലാന്നാ വിചാരിച്ച് മലയാളത്തിലുള്ള ബുക്ക് വായിച്ചിട്ടാലും വടക്കേ ഇന്ത്യയിലുള്ള ഒരാൾ അവിടെ പോയി ഉരുളുന്നത്. നിങ്ങൾ കണ്ടില്ല? നിങ്ങൾ ദോഷം ഇഷ്ടം പോലെ ഉരുട്ടുന്ന ഒരു ചങ്ങാതി. പഴയ കാലത്ത് പെണ്ണുങ്ങൾ വലിയ പത്തിലിയുടലുണ്ട് ഇങ്ങനെ കല്ലുമ്പല ചുരുട്ടിയിട്ട്. ഇങ്ങനെ മക്ബറയെ പറ്റി ഉരുളണമെന്ന് ആരാ പറഞ്ഞത്? അതേ സമയത്ത് മഹാന്മാരെ മക്ബറയിൽ സിയാറത്തിന് പോകാൻ പാടില്ല, അത് ശിർക്കാണ് നിങ്ങൾ പറഞ്ഞല്ലേ നമ്മുടെ പ്രശ്നം. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് പോയ ശിർക്കാന്നല്ലേ സക്കരിയ സലായി പ്രസംഗിച്ചത്? മഹാന്മാരെ മക്ബറയിൽ പോയ ശിർക്കാണ്, ഷിർക്കിലേക്ക് എന്നല്ലേ പറഞ്ഞത്? ഞാൻ ഒരുപാട് CD കപ്പിച്ച ഇപ്പം വേണ്ട സമയമില്ല. ഇനി നമുക്ക് CD കയറ്റി കൊടുക്കാം. തൊട്ടപ്പം ഇവിടുന്ന് പോവുകയാണെങ്കിൽ ആദ്യം വലിയുൽ കൂഫിന്റെ ജാറത്ത് പോയി, അവിടുന്ന് കുഞ്ഞിപ്പള്ളി പോയി, അവിടുന്ന് വടകര പോയി, അവിടുന്ന് കോഴിക്കോട് ഷെയ്ഖിന്റെ പള്ളിയിൽ പോയി, അവിടുന്ന് മമ്പറത്ത് പോയി, അവിടുന്ന് പുത്തമ്പള്ളി പോയി, അവിടുന്ന് പാലക്കാട് മഞ്ഞക്കുളം പോയി, അവിടുന്ന് നാഗൂർ പോയി, ഏർവാടി പോയി, അപ്രാപ്പാളയം പോയി, അങ്ങനെ അജ്മീറിൽ പോയി. എന്നിട്ട് നേരെ ഇറാഖിൽ പോയിട്ട് കർബലയും അതുപോലെ തന്നെ മൊയ്തീൻ ഷെയ്ഖിന്റെ ജാറൊക്കെ ചുറ്റിട്ട് നേരെ മദീനത്തേക്ക്. അതിന് നമ്മളെ ട്രാവൽസ് ഒരു പേരിട്ടിന് സിയാറത്ത് കം ഹജ്ജ് പാക്കേജ് ടൂർ. സിയാറത്തും ടൂറും പാക്കേജും ഉണ്ടാവും, ഹജ്ജ് മാത്രം കിട്ടൂല. അതതിൻ്റെ പ്രത്യേകത. പാക്കേജുകാരന് പൈസ കിട്ടും, സിയാറത്ത് നടക്കും, ഷിർക്കിൽ നിന്ന് ഷിർക്കിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും.